എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ. ഡോക്ടർ, ഇപ്പം പറഞ്ഞ പോലെ ഒരു മധ്യവയസ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഈ പ്രമേഹം, BP, അതിന്റെ കൂടെ കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തോട് തുടങ്ങിയിട്ട് പിന്നെ അതിന്റെ ഡിസ്കഷനൊക്കെ വരുമ്പം കൊളസ്ട്രോൾ ഇല്ലാത്ത ആൾക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ പറ്റി ചിന്തിക്കാത്ത ഒരാൾക്ക് അതൊരു ഭയങ്കര ഭീതി ഉണ്ടാകുന്ന രീതിയിലാണ് അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ യഥാർത്ഥത്തിൽ ഒരു വില്ലൻ പരിവേഷമുള്ള ഒരു സംഭവമാണോ എന്നാണ് അറിയേണ്ടത്. അതിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒരു ചെറിയ തിരുത്ത് ഞാൻ ആദ്യം തന്നെ തുടങ്ങുകയാണ്. ഒരു 40 വയസ്സാവുമ്പോൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ എന്നുള്ളത്. ഒരുപക്ഷെ ഒരു 20 വയസ്സ് മുതൽ തന്നെ നമ്മൾ കൊളസ്ട്രോളിനെ പറ്റി ചിന്തിച്ചു തുടങ്ങണം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ കൊളസ്ട്രോളിനെ ഭയക്കണമോ, കൊളസ്ട്രോൾ ഒരു വില്ലനാണോ, കൊളസ്ട്രോൾ ഒരു ഹൃദയാഘാതത്തിന് കാരണമാവുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ശാസ്ത്രീയമായ മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഫ്രാമിംഗ്ഹാം ഹാർട്ട് സ്റ്റഡി എന്ന് പറയും. ഫ്രാമിംഗ്ഹാം എന്നുള്ളൊരു പട്ടണത്തിൽ കഴിഞ്ഞ 75 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രീയ പഠനമാണ്. 3 തലമുറകളിലെ ആളുകളിലായി പഠിച്ച് ശാസ്ത്രലോകത്തിന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയ ഒരു പഠനമാണ് ഈ ഫ്രാമിംഗ്ഹാം ഹാർട്ട് സ്റ്റഡി. അപ്പോൾ അത് വെച്ച് സംശയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കൊളസ്ട്രോൾ ഹൃദ്രോഗത്തിനും ഹൃദയാഘാതത്തിനും കാരണമാവാം എന്നുള്ളത്. അതിൽ തർക്കങ്ങളൊന്നും തന്നെയില്ല. ചെറിയ വ്യത്യാസങ്ങൾ നമുക്കറിയാം. ശാസ്ത്രം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. മാറ്റത്തെ ഉൾക്കൊള്ളുന്നതാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമൂലം നമ്മൾ കൊളസ്ട്രോളിനെ പറ്റിയുള്ള ധാരണകളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ, അപ്പോൾ 40 വയസ്സെന്നുള്ള തിരുത്തലിൽ നിന്ന് 20ലേക്ക് വരികയാണ്. അപ്പോൾ ഇത്ര ചെറിയ പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം എന്നാണോ, ആ പ്രായത്തിൽ കണ്ടു തുടങ്ങും, അങ്ങനെയാണോ അത് വ്യക്തമാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ അതിനെ തിരുത്തുകയാണ്. കാരണം 20 വയസ്സ് മുതൽ തന്നെയല്ല, ഇപ്പോൾ നമ്മൾ ജനിക്കുന്ന അന്ന് മുതൽ, ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണ്, ഇപ്പം നമ്മളിപ്പോൾ കുട്ടികളും കൊളസ്ട്രോളും എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും വിചാരിക്കും, കുട്ടികളോ അവർക്ക് എന്തിനു കൊളസ്ട്രോളിനെ പറ്റി ആലോചിക്കണം എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പം നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമിതവണ്ണം അഥവാ പൊണ്ണത്തടി, ചൈൽഡ്ഹുഡ് ഒബിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് ശുപാർശ ചെയ്യുന്ന എന്തെന്നാൽ, അമിതവണ്ണമുള്ളവർ, കുടുംബത്തിൽ കൊളസ്ട്രോളിന്റെ അസുഖമുള്ളവർ, അങ്ങനെയുള്ള കുട്ടികളിൽ തീർച്ചയായിട്ടും ഒരു 9 വയസ്സിലെങ്കിലും കൊളസ്ട്രോൾ ഒരിക്കലെങ്കിലും നോക്കിയിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് പോവുകയാണ്. പക്ഷെ ഈ പറയുന്നതെല്ലാം തന്നെ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതായത് 9 വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികളെയും കൊളസ്ട്രോളിന്റെ ചികിത്സ നോക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഫാമിലിയലായിട്ട് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് കൊളസ്ട്രോളിന്റെ പ്രശ്നമുള്ളവർ, പൊണ്ണത്തടിയുള്ള കുട്ടികൾ, അവർക്കൊക്കെ ഒരു കൊളസ്ട്രോൾ നോക്കുന്നത്, 9 വയസ്സിലെങ്കിലും കൊളസ്ട്രോൾ നോക്കുന്നത് നല്ലതാണ്. 20 വയസ്സ് മുതൽ നമ്മൾ നോക്കണമെന്ന് പറയുന്നത് അപ്പം മുതൽ നമ്മൾക്ക് ഒരു നല്ല ഒരു ജീവിതശൈലിയിലേക്ക് മാറാനുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ്. നമ്മൾ അങ്ങനെ എടുത്താൽ മതി. നമ്മളൊരു അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടി കൊളസ്ട്രോൾ നോക്കണു എന്നുള്ളതിനെക്കാട്ടും നമ്മുടെ ശരീരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യം പ്രിവെന്റീവായി ചെയ്യുന്നു എന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭയമെല്ലാം മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് 20 വയസ്സ് മുതൽ ചെക്ക് ചെയ്യുന്നതാണ് ഉത്തമം എന്നാണ്. ഡോക്ടർ, എനിക്ക് 50 വയസ്സായി. ഞാൻ 5 വർഷമായിട്ട് BPക്ക് ഗുളിക കഴിക്കുന്നയാളാണ്. ചെറിയ സ്ട്രോക്ക് ഉണ്ടായിരുന്നു, അതിനും ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. ഇതും ഈ BPയും ബ്ലഡ് പ്രഷറും ഈ നമ്മുടെ ഇപ്പൊ പറഞ്ഞ ഈ അസുഖങ്ങളുമായിട്ട്, ഇപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, അസുഖങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് തമ്മിൽ, കൊളസ്ട്രോളുമായിട്ട് ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ഇപ്പോൾ നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് പക്ഷാഘാതം ഉണ്ടായെന്നല്ലേ പറയുന്നത്, സ്ട്രോക്ക് ഉണ്ടായെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്ട്രോക്ക് ഉണ്ടായി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്ട്രോക്കിനെ നമ്മൾ ഹൃദ്രോഗത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു രോഗിക്ക് ഹൃദ്രോഗം വരാൻ എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാകാമോ അതേ കാരണങ്ങൾ തന്നെയാണ് പക്ഷാഘാതവും വരാം. ഹാർട്ടിന്റെ ഉള്ളിൽ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നതാണ് ഹൃദയാഘാതം. തലച്ചോറിനുള്ളിൽ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നതാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹൃദയാഘാതത്തിന് എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതേ കാരണങ്ങൾ തന്നെയാണ് പക്ഷാഘാതത്തിനും വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചികിത്സയും അതുപോലെ തന്നെയാണ്. ഒരു ഹൃദയാഘാതത്തിനുള്ള രോഗി എന്തെല്ലാം മരുന്നുകൾ കഴിക്കുന്നുണ്ടോ ഈ ഒരുമാതിരിപ്പെട്ട മരുന്നുകളെല്ലാം തന്നെ പക്ഷാഘാതത്തിനും കഴിക്കേണ്ടി വരും.
ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.